അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചക്ക വിഭവമായിട്ടാണ്. വരകി വെച്ചതാണ് ഞാനിത്. പല വിഭവങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതുകൊണ്ട് തന്നെ ബ്രെഡ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിന്മേ ഇങ്ങനെ ആ ചക്ക വരകി വെച്ചത് കുറേശ്ശെ പരത്തിക്കും. കുറേശ്ശെ ഓരോ ടീസ്പൂൺ 1.5 ടീസ്പൂൺ അതൊക്കെ അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചും നമുക്ക് ചെയ്തു കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മേലെ ഓരോന്നോരോന്ന് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ ഞാൻ 6 ബ്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരൊറ്റ ബ്രെഡ് കട്ടാക്കിയിട്ട് പൊരിച്ച് പോയി എടുക്കാനുള്ളതാണിത്. മേലെ ഇങ്ങനെ ആക്കിയിട്ട് ഈ 6 ബ്രെഡിന് ഇങ്ങനെ ആ ചക്ക വരം കൊണ്ട് മൂടി വെക്കുക. 2 ടീസ്പൂണൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അത് ഈ ചക്ക വരകിൽ ഞാൻ കുറച്ച് ശർക്കര ചേർത്തിയിട്ടുണ്ട്. ശർക്കരയും ഇത്തിരി ഉപ്പും ചക്കയും കൂട്ടി വരകി വെച്ചതാണ്. ഇത് ഇതേപോലെ ഇങ്ങനെ 6 എണ്ണം ശരിയാക്കി എടുക്കാം. ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഒരു 2 ടീസ്പൂൺ പഞ്ചസാര, അത്ര മതിയാവും. പിന്നെ ഒരു 2 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ പാൽപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഞാൻ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അത് ഏകദേശമൊക്കെ ഒരു പാകത്തിനുള്ള കുറുകലായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ മൈദപ്പൊടിയൊക്കെ ചേർത്തിയതുകൊണ്ട് പാകത്തിൽ കുറുകലായി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ മിൽമ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അത് ശരിക്കും ഇങ്ങനെ മധുരമൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ എന്തായാലും മിൽമ നെയ്യ് തന്നെ വേണം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ മിൽമ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ഞാൻ ഒരു ഭാഗം ഈ അരപ്പിലിങ്ങനെ മാവിൽ മുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഭാഗം വെച്ചിട്ട് പൊരിച്ചെടുക്കുക. കുറേ എണ്ണയും ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്നും വേണ്ട. ഒരു 2 ടീസ്പൂണോ 3 ടീസ്പൂണോ 2 ടീസ്പൂൺ തന്നെ മതിയാവും നെയ്യ്. അതിങ്ങനെ ഒരു ഭാഗം പൊരിച്ച് ആയിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗമാണ് പിന്നെ മുക്കിയിട്ട് പൊരിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഭാഗം ഇങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നേരെ മേലുള്ള ഭാഗം മുക്കിയെടുക്കാം. അങ്ങനെ 6 ഭാഗമാണ് ഇതിനുള്ളത്. ഈ ബ്രെഡിന് 6 ഭാഗമാണുള്ളത്. അപ്പം അങ്ങനെ 6 ഭാഗവും ഇങ്ങനെ ഇതേപോലെ കാണിച്ചിട്ട് എടുക്കുക. ഇനിയിപ്പോൾ അത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി മറ്റേ ഇതിൻ്റെ നേരെ മുകളിലുള്ള ഭാഗം ആ മാവിലൊന്ന് മുക്കിയിട്ട് പൊരിച്ചെടുക്കുക. ഇത് മതി, ഇത്ര മതി. ഇനി ഈ മുകളിലുള്ള ഭാഗം ഒന്ന് നേരെ ഓപ്പോസിറ്റ് ഭാഗം മുക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുക. അതേപോലെ 6 ഭാഗവും പൊരിച്ചെടുക്കണം. കണ്ടോ, കുറച്ച് നെയ്യ്, ആ നെയ്യ് തന്നെ ആദ്യം ഒഴിച്ചു കൊടുത്താൽ നെയ്യ് തന്നെ ഈ ഭാഗത്തിനുണ്ട്. ഇനി വേണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ആയി. ഇനി ഈ ഭാഗവും ആ ഭാഗവും മുക്കിയിട്ട് പൊരിച്ചെടുക്കുക. അങ്ങനെ 6 ഭാഗം മുക്കി പൊരിച്ചെടുക്കുക. ഏകദേശം ഇത് എല്ലാ ഭാഗങ്ങളും ഞാനിങ്ങനെ ആ മാവിൽ മുക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. 6 ഭാഗം മുക്കി പൊരിച്ചിട്ട് ഇതിപ്പോൾ ഇതേപോലെയായി. ആ മാവിൽ മുക്കി പൊരിച്ച ഒറ്റ ബ്രെഡ് പോലെയായി. ഇനി നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം. ഒന്ന് കഷ്ണാക്കിയിട്ട് എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. ആ നെയ്യിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് വരിക. കുറേശ്ശെ നെയ്യ് നമ്മൾ ഓരോ ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ഇതിക്ക് അപ്പോൾ ഒരു 2 ടീസ്പൂൺ നെയ്യ് തന്നെ എനിക്ക് ഇഷ്ടം പോലെ മതിയായിട്ടുണ്ട്. അല്ല, നല്ല സോഫ്റ്റുമാണ്.
റെഡ് അല്ലേ. അപ്പോൾ എന്തായാലും ആ ചക്കൻ്റെതായ നല്ലൊരു ടേസ്റ്റും വരും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. മക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കഷ്ണം ചോദിച്ച് നിൽക്കുന്നുണ്ട്. പേരക്കുട്ടികളൊക്കെ ഒരു കഷ്ണം കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇവർക്കൊക്കെ ഓരോ കഷ്ണമാക്കി കൊടുക്കട്ടെ. ഇനി വേണമെങ്കിൽ മറ്റേതും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ പകുതിയും കൂടി ഉണ്ട്, അതും കൂടി വേണമെങ്കിൽ ഉണ്ടാക്കണം. ഇനിയിപ്പോൾ തൽക്കാലം ഞാൻ ഇത്രേ ഉണ്ടാക്കണുള്ളൂ. അപ്പം ഇനി ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുത്തു. ഇനി വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ.